മായി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നുറുക്കപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ ഉടമകളെ ദൈവം അവൻ്റെ അവസാന സമയത്തിന് മുമ്പ് രക്ഷിച്ചിരിക്കും. അവന് വേണ്ടി നീതിയുടെ കരം സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെടും എന്നുള്ളത് പരമാർത്ഥമാണ്, സത്യമാണ്. ദൈവത്തിന് മഹത്വം. ദൈവവചനത്തിൻ്റെ ആധികാരികതയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്കാണ്. അവിടെ രണ്ട് മനുഷ്യരെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പരിചയപ്പെടുത്തുന്നു. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായ രണ്ട് ദുഷ്പ്രവൃത്തിക്കാർ. അവർ ദുഷ്പ്രവൃത്തിയാൽ പിടിക്കപ്പെട്ട് വിചാരണ ചെയ്യപ്പെട്ട് ദുഷ്പ്രവൃത്തിക്കാരെന്ന് ബോധ്യമായി സമൂഹത്തിന് വിരോധികളെന്ന് സ്പഷ്ടമായിട്ടുള്ള തെളിവുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും റോമ ഭരണകാലത്ത് നല്ല തെളിവുകളുടെ ഒരു വിചാരണ അവിടെ തീർച്ചയായിട്ടും കോർട്ടിലുണ്ടാകും. കോർട്ടിൻ്റെയൊക്കെ ഒരടിസ്ഥാനമിട്ട ഒരു രാജ്യമാണ് റോം, ഇറ്റലി. അവർ കൊണ്ടുവന്നതാണ് കോർട്ടിലെ പല നിയമങ്ങൾ. അവരുടെ നിയമത്തിന് പ്രകാരം രണ്ട് ദുഷ്പ്രവൃത്തിക്കാരെയും വ്യക്തമായി വിചാരണ ചെയ്തു. അവരുടെ ദുഷ്പ്രവൃത്തി അവിടെ തെളിയിക്കപ്പെട്ടു. അവർ മരണയോഗ്യരെന്ന് കണ്ടു. അതിനുവേണ്ടി ഊഴം കാത്തിരിക്കുക. കൊലക്കയറിന് വേണ്ടി അവസാന നിമിഷത്തിൽ കാത്തു നിൽക്കുന്നവർ സാധാരണയായി ദൈവത്തോടും മനുഷ്യരോടും അവർ ശത്രുക്കളായിരിക്കും. അവജ്ഞയോടുകൂടെ വളരെ വിഷമത്തോടു കൂടിയാണ് അവരുടെയൊക്കെ മുഖത്തെ നോക്കുന്നത്, ആരും അവരെ രക്ഷിക്കുവാൻ വരാഞ്ഞതുകൊണ്ട്. എന്നാൽ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരാൾ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ഒരു വ്യക്തി അവൻ്റെ അവസാന സമയം വരെയും അവൻ്റെ ദുഷ്പ്രവൃത്തിയുടെ പൂർണ്ണത അവൻ കൊണ്ടാടി. വേറൊരുവൻ അവൻ്റെ അവസാന വാക്കുകൾ ദൈവത്തെ പുകഴ്ത്തുന്നതായിരിക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹം അവനുണ്ടായി. അതിനൊരു കാരണമുണ്ട്. അവൻ പിടിക്കപ്പെട്ട് വിസ്തരിക്കപ്പെട്ടതായ നാളുകളിൽ അവനിൽ പാപബോധമുണ്ടായി. പാപനിമിത്തമാണ് അങ്ങനെയുള്ളൊരു ശിക്ഷയിലേക്ക് അവൻ വന്നത് എന്ന് അവന് തന്നെ ഒരു തിരിച്ചറിവുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ വായിക്കുന്നു. അവൻ തന്നെ പറയുന്നു, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ തീർച്ചയായിട്ടും അവനൊരു പാപിയാണ്. ആ പാപനിമിത്തമാണ് അങ്ങനെ ഒരു കൊലയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്രൂശീകരണത്തിന് അവനെ വിധിച്ചതെന്ന് അവനിൽ ബോധ്യവും ഒരു ഏറ്റുപറച്ചിൽ. കൂടാതെ അവനോടൊപ്പം ക്രൂശിക്കപ്പെടുന്നതായ അവൻ്റെ കൂട്ടുകാരനെ അവൻ പറഞ്ഞതായ ദുഷ്പ്രവൃത്തിയുടെ വാക്കുകൾ നിമിത്തം അവനെ ശാസിക്കുവാനുള്ളൊരു ആർജവം അവനുണ്ടായി. 39-ാം വാക്യത്തിൽ മറ്റവനെ അവൻ ശാസിച്ചു, നീ പറയുന്നത് തെറ്റാണ്, നമ്മൾ ന്യായമായിട്ട് തെറ്റ് ചെയ്തതിനാൽ ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ ന്യായമായിട്ടല്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഒരുവനിൽ ഉണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ ദുഷ്പ്രവൃത്തിക്കാരൻ ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ ചില നിമിഷങ്ങൾ കൂടി മാത്രമേ അവന് സംസാരിക്കുവാൻ അവസരമുള്ളൂ. അവൻ്റെ നാവ് നിശ്ചലപ്പെടുവാൻ പോകുകയാണ്. ആ നാവ് കുഴഞ്ഞു വരികയാണ്. ക്രൂശിൽ നിന്നും രക്തം അവൻ്റെ കൈകാലുകളിൽ കൂടിയും അവൻ്റെ വിലാപ്പിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവർ അവരുടെ കൈകാലുകളെ ഒടിക്കുവാൻ അല്പനിമിഷം കഴിഞ്ഞ് പടയാളികൾ വരും. അതിനു മുമ്പ് നിലവിളിക്കേണ്ട സമയമാണ്. എങ്കിലും ആ ദുഷ്പ്രവൃത്തിക്കാരിൽ നിന്ന് ദൈവീകമായ ചില വാക്കുകൾ ഉതിർക്കുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ദുഷ്പ്രവൃത്തി നിമിത്തം ഈ തെറ്റിന് ഈ ശിക്ഷയെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു, ഇവനോ ഈ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് കർത്താവിനെ നോക്കി പറഞ്ഞു. അതിനുശേഷം കർത്താവിനോട് പറയാം, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. നോക്കൂ, അവൻ്റെ ശിക്ഷാകാലത്ത് തടവറയിൽ അവൻ പാർക്കുന്ന കാലത്ത് അവനിലുണ്ടായതായ മാനസാന്തരം, അവനിലുള്ളതായ നുറുക്കപ്പെട്ട ഹൃദയം, തകർന്ന ഹൃദയത്തെ സ്വർഗം ശരിവെച്ചത് അവൻ്റെ അന്ത്യശ്വാസത്തിന് മുമ്പ് ഭൂമിയിൽ വെച്ച് രക്ഷ അവന് വേണ്ടി ദൈവം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവ് അവനോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. കർത്താവ് ആർക്കും കടക്കാരനല്ല. നിന്റെ മാനസാന്തരം, നിന്റെ ഹൃദയത്തിൻ്റെ നുറുക്കം, നിന്റെ മനസ്സിൻ്റെ തകർച്ച
പരമാർത്ഥമായി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട ഒരു മാനസാന്തരമാണെങ്കിൽ അന്ത്യശ്വാസത്തിന് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ വെച്ച് നിന്റെ രക്ഷയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഉറപ്പാക്കും. നിന്റെ പുനരുത്ഥാനത്തിന് വിരോധമായി തടസ്സം ചെയ്തേക്കാവുന്നതായ പൈശാചിക ബന്ധനങ്ങളോട് കർത്താവ് പറയുകയാണ്, നീ ഇന്ന്, നാളെയല്ല ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരമാർത്ഥമായി നുറുക്കപ്പെട്ട ഹൃദയം ഉള്ളവർ അവർ ദൈവത്തിൻ്റെ മുഖത്തെ കാണും എന്നുള്ളതിൻ്റെ ഒരു സ്പഷ്ടമായ സാക്ഷ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ ഇന്ന് പകൽക്കാലം വിവരിച്ചു തന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ നാം നുറുക്കപ്പെട്ടവരായിരുന്നിരിക്കാം, നാം തകർന്ന മനസ്സുള്ളവരായിരുന്നിരിക്കാം. എന്നാൽ നമ്മുടെ മാത്രം ഉള്ളതായ ഒരു ലാഭത്തിന് വേണ്ടി, ഒരു ബെനിഫിറ്റിന് വേണ്ടിയുള്ളതായ വാക്കുകളല്ല, വാസ്തവമായി നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ളതായ ഒരു അവബോധം, നാം അനുഭവിക്കുന്നതായ ശിക്ഷയെല്ലാം നാം ചെയ്ത തെറ്റുകൾ നിമിത്തമാണെന്നുള്ളതായ ഒരു ഏറ്റുപറച്ചിൽ. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു മനോഭാവമല്ല. എൻ്റെ തെറ്റുകൾ നിമിത്തം ഞാൻ ചില ശിക്ഷകൾ ലോകത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതായ ഒരു ഏറ്റുപറച്ചിൽ നമ്മളെ ജീവിതത്തിൻ്റെ വേറൊരു മറുകരയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുവാൻ, കർത്താവിനോടുകൂടെ കൊണ്ടുപോകുവാൻ സ്വർഗത്തിന് മനസ്സാകും. നമ്മുടെ സ്വർഗത്തിന് നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. നുറുങ്ങിയ ഹൃദയത്തിന് ദൈവത്തിന് ചില നീതി നമ്മോട് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അത് നാം ജീവനോടിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. അതാണ് ഈ ദുഷ്പ്രവൃത്തിക്കാരനോട് ദൈവം ചെയ്തത്. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന ഒരു അനുഭവം അവന് ഉണ്ടാകുവാൻ അങ്ങനെ ഒരു അവസരം ദൈവം അവന് കൊടുത്തു. ഭാഗ്യകരമായ ഒരു സെലക്ഷനാണ്. അവൻ്റെ ജീവിതത്തിൽ അർഹിക്കപ്പെടാത്തതായ ഒരു സൗഭാഗ്യം അവന് ലഭിച്ചു. നേരിട്ട് കർത്താവിനോട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്നുള്ളതായ ആ വാക്കുകൾ അവനിൽ നിന്ന് ഉതിർക്കപ്പെടുവാൻ, അത് അവൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ സാധ്യമായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നുറുക്കപ്പെടുന്ന ഹൃദയം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതായിരിക്കട്ടെ. ദൈവം ന്യായമായി നമ്മുടെ നുറുങ്ങിയ ഹൃദയത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം മനസ്താപമുള്ളവരാണ്, പാപത്തെക്കുറിച്ചുള്ളൊരു ബോധം നമ്മളിൽ ഉളവായി എന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിന് ബോധ്യമാകുമ്പോൾ ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. ജീവിതത്തിൻ്റെ അവസാനത്തിന് മുൻപ് നിന്റെ ശ്വാസം നിന്നിൽ ഉള്ളപ്പോൾ, നിന്റെ നാവ് ചലിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ കൂടെ ചില വാക്കുകൾ സംസാരിക്കപ്പെടുവാൻ, നിന്റെ രക്ഷയെ ഉറപ്പാക്കുവാൻ, ദൈവശബ്ദത്തിന് നിന്റെ കാതുകളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നിന്റെ ഹൃദയത്തിന് അത് കേട്ട് അംഗീകരിക്കുവാൻ, നിന്റെ വാക്കുകളും നിന്റെ മാനസാന്തരവും വ്യർത്ഥമായി പോയില്ല എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ അതൊരു കാരണമാകും. God bless you.